തിരുവനന്തപുരത്ത് സമരപന്തലിൽ നമ്മുടെ അരുൺ സോളമനുണ്ട്. ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഗതാഗത തടസ്സമുണ്ടാക്കി എന്ന കുറ്റം ചുമത്തിയാണ് കേസ്. ആശാവർക്കർമാർക്ക് ചോദ്യം ചെയ്യലിനെത്താൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. അതേസമയം അസോസിയേഷൻ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും വരെ സമരം തുടരുമെന്നാണ് ആശാവർക്കർമാരുടെ നിലപാട്. അരുൺ സോളമൻ, ഗുഡ് ഈവനിംഗ്. ആശാവർക്കർമാരുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് ഞാനിങ്ങനെ നമ്മുടെ പ്രേക്ഷകരോട് പറയുകയായിരുന്നു. ഇപ്പോൾ ഈ സമരത്തിൽ കേസെടുത്തിരിക്കുകയാണ്. അത് ഹൈക്കോടതി മാർഗനിർദ്ദേശമൊക്കെ മുൻനിർത്തിക്കൊണ്ടാണോ ഈ കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്? സുജയ, ഗുഡ് ഈവനിങ്. പ്രധാനമായിട്ടും ഈ ഗതാഗത തടസ്സം ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കന്റോൺമെൻറ്റ് സ്റ്റേഷനിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികൾക്കെതിരെയാണ് ഇപ്പോൾ കേസ്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഭാരവാഹികൾക്ക് നോട്ടീസും നൽകിയിരിക്കുകയാണ്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാനാണ് ശരിക്കും ഈ അസോസിയേഷൻ്റെ നീക്കം. ഇതിലൊരു അനുകൂല നിലപാട് ഉണ്ടായാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്നുള്ള നിലപാട് ആദ്യം തന്നെ അവർ വ്യക്തമാക്കി. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ ഉയർത്തിയ ഒരു ആരോപണം, അത് അവരെ പൂർണ്ണമായിട്ടും വ്യക്തിഹത്യ നടത്തി ആക്ഷേപം ഉയർത്തി എന്നുള്ളത് തന്നെയാണ്. അതിൽ വളരെയധികം വിമർശനം ഇപ്പോൾ അവർ ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ വ്യക്തത വരുത്തണം. നിലവിൽ കാരണം ഈ ആരോഗ്യവകുപ്പും ധനകാര്യ വകുപ്പുമായിട്ടുള്ള ചർച്ച ഇതുവരെയും ഒരു സമന്വയത്തിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. എന്തായാലും അവർ ഇപ്പോൾ ഈ സമരരംഗത്തുണ്ട്. ചേച്ചി, ഇപ്പോൾ നിങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് കന്റോൺമെന്റ് പോലീസ്. ഏത് ജയിലിലൂടെ അങ്ങനെ കിടക്കാൻ ഞങ്ങൾ തയ്യാറ് തന്നെ. ഞങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നവരെ ഞങ്ങളിവിടെ ഉണ്ടാവും. ജയിലെങ്കിൽ ജയിൽ, ഞങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, ഞങ്ങൾ ഫുഡിന് പൈസ കൊടുക്കണ്ട. ഇപ്പോൾ ഒരു വെയിലത്തും കിടക്കണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ഒന്നടങ്കം പോകാൻ തയ്യാറ് തന്നെ. 26,000 ആശമാരും പോകാൻ തയ്യാറ് തന്നെ. ജയിലിലെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ, രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണം. രാഷ്ട്രീയമില്ല, ഞങ്ങളുടെ ആശയിലുള്ള ഒരാൾ തന്നെയാണ് സെക്രട്ടറി, ആശയിലുള്ള ഒരാൾ തന്നെയാണ് പ്രസിഡന്റ്. അങ്ങനെ ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞതേ ആശമാർ തന്നെയാണ്. ഇതിൽ വേറെ രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് CPI എന്നോ CPI എന്നോ കോൺഗ്രസ് എന്നോ INTC എന്നോ എങ്ങനെ ഒന്നുമേ ഇല്ല. ഞങ്ങൾ പാർട്ടി ഇല്ല. ഞങ്ങൾക്ക് എല്ലാ പാർട്ടിക്കാരും കാണുമായിരിക്കാം, അത് നമ്മുടെ വ്യക്തിപരമായ കാര്യം. ഇതിൽ പാർട്ടി ഇല്ല. ഞങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി വന്നതാണ്. അതിജീവനത്തിനെതിരായിട്ടുള്ള സമരമാണിത്. നിലവിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ചർച്ച എങ്ങനെയുണ്ടായിരുന്നു? അത് വളരെ പരാജയമായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളുടെ വേതനത്തെക്കുറിച്ച് ഒന്നുമല്ല മന്ത്രി പറഞ്ഞത്. ഞങ്ങളുടെ വേതനം ഞങ്ങൾക്ക് കിട്ടാത്തതിൽ ഒരു പരിഭവം ഉള്ളതായിട്ട് ആ സംസാരത്തിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. ഞങ്ങളുടെ വേതനങ്ങളൊന്നും മന്ത്രി മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ആശാ വർക്കർമാരെ സംരക്ഷിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ പറഞ്ഞത്. ഇത്തവണ ഈ ബഡ്ജറ്റിൽ നിങ്ങളെ പരിഗണിക്കാത്തതാണോ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്? നിങ്ങളെ ആരോ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടും ആരോ കുത്തിയിളക്കി വിട്ടതാണെന്നുള്ളതാണ് KN ബാലഗോപാലിന്റെ പ്രധാന പരാമർശം. ആരും കുത്തിയിളക്കി ഞങ്ങളെ വിട്ടതല്ല. ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ദാരിദ്ര്യം കാരണമാണ് ഞങ്ങൾ ഈ സമരത്തിനായിട്ട് മുന്നോട്ട് വരേണ്ടി വന്നത്. ഞങ്ങളുടെ ദാരിദ്ര്യവും ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നവുമാണ്. കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. മറ്റുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ ഞങ്ങൾ അറിഞ്ഞു, വെസ്റ്റ് ബംഗാളിൽ കൊടുക്കുന്നുവല്ലോ, ഇതിനേക്കാൾ ഓണറേറിയം കൊടുക്കുന്നുണ്ട്, ഇൻസെൻറ്റീവും കൊടുക്കുന്നുണ്ട്. അവർക്ക് വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയും കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാളേറെ ഈ കേരളത്തെ WHO തന്നെ ഏറ്റവും വിലപ്പെട്ടതായി കേരളം ആരോഗ്യ കാര്യത്തിൽ 1ാം സ്ഥാനത്തായ ഈ കേരളത്തിൽ എന്തുകൊണ്ട് ആശമാരെ മാനിക്കുന്നില്ല? കഴിഞ്ഞ 3 മാസമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വേതനം കിട്ടുന്നില്ലല്ലോ. എങ്ങനെയാണ് കുടുംബകാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്? നിവർത്തിയില്ല. ഞങ്ങൾ കടം വാങ്ങിച്ചൊക്കെ ചെയ്യുന്നു. ഒരു കാര്യം, ഈ ഫോണ് ഞാൻ ശൈലി ആപ്പ് ചെയ്യാൻ വേണ്ടി ലോണിനെടുത്ത ഫോണാണ്. ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൽ ആദ്യത്തെ ശൈലി, 2ാമത്തെ ശൈലി ആപ്പ് അതിലെടുക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ ലോണിനെടുത്തതാണ്. ഇപ്പോഴും കൂടെ ലോൺകാരന്മാരോട് വഴക്ക് കൂടിയിട്ടാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഫോണിന് ലോൺ അടയ്ക്കാൻ വാങ്ങിയില്ല. എനിക്ക് സുഖമില്ല. ഇവിടെ 3-4 ദിവസം വന്നിരുന്നു, സൗണ്ട് വരണില്ല, ചുമ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ മരുന്ന് പുറത്തുനിന്ന് എഴുതി. ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട്. ഈ ലോൺ ആരടയ്ക്കും? എന്നെ കൊണ്ട് നിവർത്തിയില്ല. 3 മാസം കൊണ്ട് കഷ്ടപ്പാടിലാണ് ജീവിതം. അരുൺ, അതാണ് അവർ പറയുന്നത്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ്. ഈ ദുരിതം എന്തുകൊണ്ടാണ് മന്ത്രി അടക്കം കാണാത്തത്? ഇവരുമായി എന്തെങ്കിലും ചർച്ചയ്ക്ക് സാധ്യത തെളിയുന്നുണ്ടോ അരുൺ? സുജയ, നിലവിൽ ഈ ആരോഗ്യവകുപ്പും ധനകാര്യ വകുപ്പും തമ്മിലുള്ള ഒരു ചർച്ചയ്ക്കാണ് ഇനിയൊരു സാധ്യത. പക്ഷേ ഇതിൽ KN ബാലഗോപാൽ ഉയർത്തിയ ആരോപണം അതിപ്പോൾ ശരിവെക്കുന്നതല്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ സംസ്ഥാനം ഏറ്റവും അധികം സഹായം നൽകുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. അവരെപ്പോഴും പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നൽകിയിരുന്നു. എന്തായാലും ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ നിലവിൽ ഈ ഒരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യത ഇനിയുണ്ടോ? ഒരു അനുകൂലമായ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ടോ ഇതിൽ? ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നന്നായിട്ട് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇനിയും ഞങ്ങളെ അവഗണിക്കത്തില്ല എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇത്രയും ദിവസം ഇവിടെ വന്ന് ഈ മഞ്ഞും വെയിലും ഇതാ കണ്ട കൈയൊക്കെ കൊതുകടി കൊണ്ട് ഞങ്ങളിവിടെ കിടക്കുന്നത് എന്തിനു വേണ്ടി? ഞങ്ങളുടെ അവസ്ഥ അല്ലേ ഞങ്ങൾ എന്തിനായിട്ട് പ്രേരിപ്പിച്ചത്? ഞങ്ങളുടെ അവസ്ഥകളാണ്.
പലരുടെയും അവസ്ഥകളാണ് ഇവിടെ ഇങ്ങനെ വരേണ്ടി വന്നത്. നിലവിൽ 1000-ലധികം കോടി രൂപ ഈ ആരോഗ്യ വകുപ്പിന് തന്നെ കൊടുക്കണമെന്നുള്ളതാണ് ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സാമ്പത്തിക ബാധ്യത ഈ സർക്കാരിനുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ സമരം ആയി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചർച്ച ഉണ്ടെന്ന് ആരെങ്കിലും ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചർച്ച ഉണ്ട്, അങ്ങനെ പറഞ്ഞു. എന്തായാലും ഇതിനൊരു ചർച്ച ഉണ്ടാവുന്നേരം ഞങ്ങൾ സമരം ചെയ്യും. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ രാപ്പകൽ ഇവിടെ വന്നിരുന്ന കടക്കാർ വീട്ടിൽ വരൂലല്ലോ. ഞങ്ങൾ ഇവിടെ ആണല്ലോ, ഞങ്ങൾ കടം വാങ്ങിച്ച് ഓരോന്ന് ചെയ്യണില്ലേ. ഞങ്ങൾ ഇവിടെ ഇരിക്കണം. ഞങ്ങളെ രോഷമാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഞങ്ങളെ വേദനയാണ് ഈ പറയണത്. സുജയ, ഈ ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അവർ പങ്കുവെക്കുന്നത്. തീർച്ചയായും ഇത് സർക്കാർ സംവിധാനങ്ങൾ കാണണം. അതായത് ഇവരുടെ ഈ പേരിന്റെ ആശ എന്ന ആ ഒരു ചുരുക്കപ്പേരിന്റെ പൂർണ്ണ രൂപത്തിനുള്ള ആ ഒരു വലിപ്പമൊന്നും അവരുടെ ജീവിതത്തിനില്ല. ഇതുപോലെ 7000 രൂപയ്ക്ക് വേണ്ടിയാണ് ആ മനുഷ്യർ അവിടെ പൊരി വെയിലത്ത് മരുന്ന് വാങ്ങി കുടിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞൊക്കെ അവിടെ ഇരിക്കുന്ന ആ മനുഷ്യർ, അവർക്ക് ആ കൊടുക്കാനുള്ള 7000 രൂപ 3 മാസമായിട്ട് കൊടുത്തിട്ടില്ല. നവംബറിലാണ് അവസാനമായി പണം കിട്ടിയത്. ആ ചെറിയ തുകയിൽ നിന്നാണ് മിച്ചം പിടിച്ച് ഓരോ ആവശ്യങ്ങൾക്കായി അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ദുരിത ജീവിതങ്ങൾ, അരിക ജീവിതങ്ങൾ എന്ന് തന്നെ പറയാം, അവരിലേക്കൊക്കെ കണ്ണെത്തുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സംവിധാനമാണ് നമ്മുടേതെന്നതാണ് ചോദ്യം.